viewers, welcome back to Asylum Learning. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ മക്കളെ. അപ്പോൾ പ്രിറ്റി മിസ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. കാരണം ഓണ പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അത് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കൾക്കും അറിയാം. കാരണം നമ്മുടെ SSLC ബോർഡ് എക്സാമിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു വെൽ പ്രിപ്പയർഡ് എക്സാം എഴുതാൻ പോവുകയാണ്. ഇപ്പോൾ കുറേ ചാപ്റ്ററൊക്കെ വെച്ച് നിങ്ങൾ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ എഴുതിയെങ്കിൽ കൂടെ ഒരു ഫസ്റ്റ് ഓണം എക്സാം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പബ്ലിക് എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്നും ഏകദേശം ഏതൊക്കെ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ള ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു ഓണ പരീക്ഷയ്ക്കാണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്താൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ തയ്യാറെടുക്കണം, ഒരു വിട്ടുവീഴ്ചയും കൂടാനില്ല. അതുകൊണ്ട് ഓണ പരീക്ഷയ്ക്ക് ബയോളജി ഫുൾ മാർക്ക് മേടിക്കാൻ, A+ ഒന്നും ഞാൻ വെറുതെ പറയുന്നില്ല, ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാം പാഠവും രണ്ടാം പാഠവും നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം കൂടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഫസ്റ്റ് 2 ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ, നമുക്ക് നേരെ തുടങ്ങിയാലോ? യെസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടു. അവിടെ തന്നെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന രോഗങ്ങളെ പറ്റി, നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്, ഡിസീസസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. നോക്കാം. റൈറ്റ് ദ മിസ്ഡ് വേർഡ്സ് ഇൻ ദ ടേബിൾ. അല്ലേ, ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. രോഗമുണ്ട്, കാരണമുണ്ട്, അതുപോലെ തന്നെ ലക്ഷണം. ടെക്സ്റ്റ് ബുക്കിലെ അതേ ടേബിളിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നോക്കിക്കേ, ദ റെഡ്യൂസ് പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമീൻ. ഡോപ്പമീൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നത് ഏത് രോഗമാണ്, അതുപോലെ അതിൻ്റെ സിംറ്റംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് ഈ ഡോപ്പമിൻ്റെ അഭാവം കാണുന്നത്, അല്ലെങ്കിൽ ഏത് രോഗമാണ് അത് കാണിക്കുന്നത്? നമുക്കറിയാം, ഏതാണ്? പാർക്കിൻസൺസ് രോഗമാണ് ഡോപ്പമീൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് എന്ന് പറയുന്നത്, അല്ലെ, ഗാംഗ്ലിയോൺസുകളെ എഫക്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സിംറ്റം ചോദിച്ചിട്ടുണ്ട്. ലക്ഷണമാണ് ബി ക്വസ്റ്റ്യൻ. എന്താണ്? ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽസ്, പ്രൊഫ്യൂസ് സലൈവേഷൻ. എന്തൊക്കെയാണ്? ശരീര തുലനനിലയുടെ തകരാറ് വരുന്നു, അതല്ലെങ്കിൽ ശരീരം വിറയ്ക്കുന്നു, ഉമിനീരൊഴുകുന്നു. ഇതിൽ ഏതെങ്കിലും 2 സിംറ്റംസ് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പം പാർക്കിൻസൺസ് മനസ്സിലാക്കുക, അതിൻ്റെ റീസൺ, അതുപോലെ തന്നെ അതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ ഭാഗം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കൊടുത്തിരിക്കുന്ന ഏതാ നോക്കാം. ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം ദ മൗത്ത്. അല്ലേ, വായിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നുരിയും പതയും വരുന്നു. നമ്മൾ പഠിച്ചതാണ് അല്ലേ, പെട്ടെന്ന് നിലത്ത് വീഴുന്ന, അതുപോലെ തന്നെ വായിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നുരിയും പതയും വരുന്ന ഏത് രോഗമാണെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ഏതാണ്? എപ്പിലെപ്സിയാണ്. എപ്പിലെപ്സിയാണ് എന്ത് അവിടെ കൊടുത്തിട്ടുള്ള രോഗം എന്ന് പറയുന്നത്. അതിൻ്റെ സിംറ്റം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ? സിംറ്റം നമ്മൾ പറഞ്ഞു ഫ്രോത്തി ഡിസ്ചാർജ്. അതിൻ്റെ റീസൺ എന്താണ്? അൺകൺട്രോൾഡ് ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ത്രൂ ദ ബ്രെയിൻ. നമ്മുടെ തലച്ചോറിൽ നിന്നും തുടർച്ചയായതും ക്രമരഹിതവുമായിട്ടുള്ള വൈദ്യുത പ്രവാഹമാണ് ഇതിന് കാരണം. അപ്പോൾ എപ്പിലെപ്സി നമ്മൾ പഠിച്ചു, പാർക്കിൻസൺസ് നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തേത് കൊടുക്കാം. അൽഷിമേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ കാരണവും ലക്ഷണവും. എന്തൊക്കെയാണ്? കോസ് ആൻഡ് സിംറ്റംസ് ആണ് എഴുതുന്നത്. അൽഷിമേഴ്സ് നമുക്കറിയാം എന്താണ്? നമ്മുടെ മെമ്മറി ലോസ് ആണ് അല്ലേ. അവിടെ കാരണം എന്താണ്? ഇൻസൊല്യൂബിൾ പ്രോട്ടീൻ അക്യുമുലേറ്റ്സ്, ന്യൂറോൺ ഗെറ്റ് ഡിസ്ട്രോയിഡ്. അവിടെ എന്താ സംഭവിക്കുന്നത്? അലേയമായ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? അടിഞ്ഞു കൂടുന്നത് കൊണ്ട് തന്നെ ന്യൂറോണുകൾ നശിക്കുന്നു. ഇതാണ് നമ്മുടെ അൽഷിമേഴ്സിൻ്റെ റീസൺ എന്ന് പറയുന്നത്, കാരണം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടുത്തെ സിംറ്റം, ലക്ഷണം എന്താണ്? മെമ്മറി ലോസ് അല്ലെ, ഓർമ്മ നശിക്കുന്നു. അതുപോലെ ഡെയിലി റുട്ടീൻ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു, ദിനചര്യകൾ ചെയ്യാൻ കഴിയാതെ വരുന്നു. ഇതൊക്കെ എന്താണ് അതിൻ്റെ റീസൺ. അപ്പം ഈ 3 നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി വരുന്ന ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ രോഗാവസ്ഥകൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ആൻസേഴ്സ് അക്കോർഡിംഗ് ടു ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ്, സൂചനകൾ തന്നിട്ടുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കി അതിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ചോദ്യം നോക്കിയേ. പ്രൊലോങ്ഡ് ഫിലമെന്റ് ഫ്രം ദ ന്യൂറോൺ ടു സെൽ ബോഡി. അല്ലേ, പ്രൊലോങ്ഡ് ഫിലമെന്റ് എന്ന് പറയുമ്പോൾ ന്യൂറോണിൽ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു എന്ന് പറയുമ്പോൾ വേറെ ഏതാണ്? ഏതാണ്? ആക്സോൺ ആണ്. ഏറ്റവും നീളം കൂടിയ തന്തു ആക്സോൺ ആണ്. രണ്ടാമത്തേതോ? നാഡീയ പ്രേഷകം സ്രവിക്കുന്ന ഭാഗം. എത്ര വട്ടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. പാർട്ട് വിച്ച് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അതാണ് ഇത് നമ്മുടെ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതോ? ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്ന ഭാഗം. ദ പാർട്ട് വിച്ച് ക്യാരീസ് ഇമ്പൾസസ് ടു സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നത് ആരാണ്? നമ്മുടെ
ആക്സോണൈറ്റ് അല്ലേ, ആക്സോണിൻ്റെ ബ്രാഞ്ച് ആയിട്ടുള്ള ആക്സോണൈറ്റ്. ഇത് 3 എഴുതിയാൽ ഇതാ ഡയറക്റ്റ് ആയിട്ട് 3 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിലേറ്റ് ദ കോളംസ് എ ആൻഡ് ബി സ്യൂട്ടബിളി. ഓക്കെ, റിലേറ്റ് ദ കോളംസ് എ ആൻഡ് ബി സ്യൂട്ടബിളി. അപ്പോൾ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ് നമ്മുടെ രോഗങ്ങൾ അല്ലേ, കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇതും ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നോക്ക്, താഴെ തന്നിരിക്കുന്ന പട്ടികയിലെ എ ബി കോളങ്ങളിലായി ഉചിതമായി ബന്ധപ്പെടുത്തുക. മാച്ച് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. അതിൽ നോക്കാം, നെയിം ദ വിറ്റാമിൻ റിലേറ്റഡ് ടു സിറോഫ്താൽമിയ അല്ലേ. ആദ്യം നമുക്കിതൊന്ന് മാച്ച് ചെയ്യാം. എങ്ങനെയാണ് ഇത് മാച്ച് ചെയ്യാൻ നമുക്ക് പറ്റുക? നിശാന്തതയിൽ എന്താ നമുക്ക് സംഭവിക്കുന്നത്? ലോസ് ഓഫ് ക്ലിയർ വിഷൻ ഇൻ ഡിം ലൈറ്റ് ആണ് അല്ലേ, മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാഴ്ച കാണാൻ പറ്റാതാവുന്നു. രണ്ടാമത്തേത് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് ഓഫ് കോൺ സെൽസ് ആണ്. നമ്മുടെ വർണ്ണാന്തത എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺ കോശങ്ങൾക്ക് തകരാറ് സംഭവിക്കുന്നതാണ്. അപ്പോൾ സിറോഫ്താൽമിയ നമുക്കറിയാലോ, കോർണിയ ബിക്കംസ് ഒപ്പേക്ക് അല്ലേ, കോർണിയ എന്ത് ചെയ്യുന്നു? അധാര്യമാകുന്നു. ഇത് 3 നമ്മൾ വ്യക്തമായിട്ട് എഴുതി. ഇനി ഇവിടെ ചോദ്യം നോക്കുക, നെയിം ദ വിറ്റാമിൻ റിലേറ്റഡ് ടു സിറോഫ്താൽമിയ. സിറോഫ്താൽമിയയുമായി ബന്ധപ്പെട്ട വിറ്റാമിൻ ഏതാണ് എന്നാണ്. അവിടെ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, വിറ്റാമിൻ എ എന്ത് ചെയ്യാണ്? പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ആണ്. പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത നോക്കിക്കേ, റൈറ്റ് ദ കളേഴ്സ് വിച്ച് എ കളർ ബ്ലൈൻഡ് പേഴ്സൺ കനോട്ട് ഐഡൻറ്റിഫൈ. വർണ്ണാന്തതയിലുള്ള ഒരാൾക്ക് ഏതൊക്കെ കളറാണ് കാണാൻ പറ്റാതാവുക? ചുവപ്പ്, പച്ച അല്ലേ, റെഡ്, ഗ്രീന്, ഇതൊന്നും നമുക്ക് കാണാൻ പറ്റാതാകും. അതുപോലെ നോക്കിക്കേ, ദ പാർട്ട് ഓഫ് കളർ പിഗ്മെൻറ്റ് വിച്ച് ഫോംസ് വിറ്റാമിൻ എ. വിറ്റാമിൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് നമ്മൾ പഠിക്കുന്നുണ്ട്. കാഴ്ച വർണ്ണ ഘടകം അതേതാണ്? റെറ്റിനാൽ ആണ്. റെറ്റിനാൽ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുന്നതാണ്, ഷുവറായിട്ട് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. പിക്ചർ തന്നിട്ടുള്ളതുണ്ടല്ലോ, നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇതാരാണെന്നുള്ളത് അല്ലേ, പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അപ്പോൾ എ ബി അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ റോഡ് സെല്ലാണ് അല്ലെങ്കിൽ റോഡ് കോശമാണ് അല്ലേ, റോഡ് സെൽ അല്ലെങ്കിൽ റോഡ് കോശം. ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോൺ സെൽ അല്ലെങ്കിൽ കോൺ കോശമാണ്. കോൺ കോശമാണ് നമ്മുടെ പ്രകാശഗ്രാഹികൾ, ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ഇൻ ഫങ്ഷൻസ് ഓഫ് ദിസ്? ഇവയുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നമുക്കറിയാം, റോഡ് സെല്ല് നമ്മളെ സഹായിക്കുന്ന എന്തിനാണ്? നമ്മുടെ റെറ്റിനയിലാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മുടെ റെറ്റിനയിലാണ് ഇവർ രണ്ടുപേരും കാണുന്നത്. റെറ്റിനയിലാണ് ഇവർ കാണുന്നത് അല്ലേ. ഇവ കണ്ണിൽ എവിടെയാണ് കാണുന്നത്? ബി ക്വസ്റ്റ്യൻ അതുണ്ടായിരുന്നു. ബി ക്വസ്റ്റ്യൻ ഏതാണ്? ഇത് എവിടെയാണ് കാണുന്നത്? എവിടെയാണ്? നമ്മുടെ റെറ്റിനയിലാണ്. അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, റെറ്റിനയിലാണ്. ഇനി റോഡ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഡിം ലൈറ്റിൽ വിഷനാണ് അല്ലേ. നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കാൻ നമ്മളെ സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ്. അതേസമയം കോൺ എന്താണ്? ഇൻറ്റൻസ് ലൈറ്റ്, ബ്രൈറ്റ് ലൈറ്റ്, തീവ്ര പ്രകാശത്തിലും അതുപോലെ തന്നെ കളർ വിഷൻ അല്ലേ, നമുക്ക് നിറങ്ങളെ തിരിച്ചറിയാൻ വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നതും കോൺസെല്ലാണ്. അപ്പോൾ രണ്ടിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മൾ ടേബിളൊക്കെ വരച്ച് പഠിക്കുന്നതാണ്. സോ അത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഇനി അടുത്ത് നോക്കുകയും 4 മാർക്കിന് വരുന്ന ചോദ്യമാണ്, ഡ്രോ ദ പിക്ചർ ആൻഡ് ലീവ് ദ പാർട്ട് എ ബി സി ആൻഡ് ഡി. ഈ ചിത്രം നമ്മൾ കുറേ തവണ പഠിച്ചതാണ്. പകർത്തി വരച്ച് ബി സി ഡി ഇ അടയാളപ്പെടുത്താനാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് വരയ്ക്കുന്നു. എടുത്ത് വരച്ചതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഏതൊക്കെ ഭാഗങ്ങളാണ് എന്നല്ലേ. അപ്പോൾ ചോദ്യം നോക്കാം, സെറിബ്രം എവിടെയാണ് വരിക? നമുക്കറിയാം, സെറിബ്രം എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് പാർട്ട്, അതാണ് നമ്മുടെ സെറിബ്രം എന്ന് പറയുന്നത്. സെറിബ്രം. ഇനി തലാമസ് എവിടെ വരുന്നു? നമുക്കറിയാം, തലാമസ് എന്ന് പറയുന്നതാണ് നമ്മുടെ റിലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ തലാമസ് എവിടെയാണ് വരുന്നത്? നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വേണം. ഈ ഒരു ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഓരോന്നും കണ്ടാൽ തന്നെ നമുക്ക്, കാരണം ഇതെന്താണ്? ഏറ്റവും വലിയ ഭാഗം തലാമസ് ആണെന്ന് നമുക്കറിയാം. ഫാൻ പോലത്തെ ഭാഗം സെറിബെല്ലം ആണെന്നറിയാം. ഇവിടെ റോഡ് പോലുള്ള ഭാഗം മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണെന്നറിയാം. ആൻഡ് ഇവിടുത്തെ മേൽ ഭാഗത്താണ് നമ്മുടെ എന്ത് വരുന്നത്? തലാമസ്. തലാമസ് വരുന്നത് അല്ലേ, തലാമസ് വരുന്നത്. ഇനി സി ഹൈപ്പോ തലാമസ് എവിടെയാണ്? അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ ഹൈപ്പോ തലാമസ് വരുന്നത്. ഹൈപ്പോ തലാമസ് വരുന്നത്. ഓക്കെ, ഹൈപ്പോ തലാമസ്. ഇനി മെഡുല്ല ഒബ്ലോങ്കേറ്റ എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഇതല്ലേ നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ. യെസ്, ഡി, ഇതാണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ.
എല്ലാ ഭാഗങ്ങളും നമ്മൾ വരച്ച് അത് അടയാളപ്പെടുത്തി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ എല്ലാ ഫങ്ഷൻസ് ആണ് എഴുതേണ്ടത്. നമുക്കറിയാം അല്ലേ, സെറിബ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള നമ്മുടെ സെൻസേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ബേസ്ഡ് ആയിട്ടുള്ള വോളണ്ടറി മൂവ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നത് സെറിബ്രമാണ്. അതേപോലെ തലാമസ് എന്താണ്? നമ്മുടെ റിലേ സ്റ്റേഷൻ ആണ് അല്ലേ, ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് എന്ന് നമുക്കറിയാം. സെറിബ്രത്തിലേക്കൊക്കെ ഈ ഒരു മെസ്സേജസ് കൺവേ ചെയ്യുന്നത് നമ്മുടെ തലാമസ് ആണ്. അതുപോലെ തന്നെ അടുത്തത് നമ്മളോട് പറഞ്ഞ മെഡുല്ല ഹൈപ്പോതലാമസ് സിറ്റുവേറ്റഡ്. ഇതെന്തിനാണ്? മെയിൻറ്റെനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആന്തര സമസ്ഥിതി പാലിക്കുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ തന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഏറ്റവും ഇൻവോളണ്ടറി ആക്ഷൻസ് ആയിട്ടുള്ള നമ്മുടെ റെസ്പിറേഷൻ, അതുപോലെ ഹാർട്ട് ബീറ്റ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും പഠിക്കണം, അതിൻ്റെ ഫങ്ഷൻസും. ഈ ഒരു ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊന്നും മിസ്സാക്കാനില്ല. പല തവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഓണം എക്സാമിന് ഷുവർ ആണ് കേട്ടോ. ഇനി ഇതാണ് നമ്മൾ കഴിഞ്ഞ പബ്ലിക് എക്സാമിന് വരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് അങ്ങ് ക്രിസ്മസ് എക്സാമിനും പബ്ലിക് എക്സാമിനും അങ്ങ് വരെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. സോ നോക്ക്, പാർട്ട് വിച്ച് റിസീവ് ഇമ്പൾസസ്. ഇവിടെ ഇമ്പൾസ് റിസീവ് ചെയ്യുന്ന ഭാഗം ഏതാണെന്നാണ് ചോദ്യം. അതായത് ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ചിത്രം നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. ചിത്രം വരച്ചിട്ട് ഇടയാളപ്പെടുത്തണം. ഡെൻഡ്രൈറ്റ് അല്ലേ, ഡെൻഡ്രൈറ്റ് ആണ്. പിന്നെയോ ആവേഗങ്ങളെ കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വഹിക്കുന്നത്. കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആക്സോൺ ആണ്. മൂന്നാമത്തേതോ നാഡീയ പ്രേഷകം, ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്ന ഭാഗം. അതേതാണ്? നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ സിനാപ്റ്റിക് നോബാണെന്ന് മാർക്ക് ചെയ്യുക. ഇത്രയും മാർക്ക് ചെയ്ത, കാരണം വരയ്ക്കുന്നതിന് 1 മാർക്കുണ്ട്, ബാക്കി അടയാളപ്പെടുന്നതിന് 3 മാർക്കുണ്ട്. ചിലപ്പം ഇതിൻ്റെ കൂടെ ഫങ്ഷൻസും ചോദിക്കാം. അപ്പം ഫിഗേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഈ 2 ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിച്ചോ അത്രയും ചിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ചിത്രം നിങ്ങൾ നോക്കിക്കേ. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ അല്ലെ. ഐഡന്റിഫൈ ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ആസ് 1 and 2. ഹൗ ഡു 3 and 4 ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ ബോഡി ബാലൻസ്? അപ്പോൾ ഒന്ന് ഏതാണ്? ഈ കാണിച്ചിരിക്കുന്ന ഏതാണ്? ഒന്നാമത്തേത് നമുക്കറിയാം, വെസ്റ്റിബുലാർ നെർവ് ആണ്. വെസ്റ്റിബുലാർ നെർവ് അല്ലെങ്കിൽ വെസ്റ്റിബുലാർ നാഡി. വെസ്റ്റിബുലാർ നാഡി. രണ്ടാമത്തേതോ നമുക്കറിയാം, ഓഡിറ്ററി നെർവ് ആണ്. ഓഡിറ്ററി നെർവ് അല്ലെങ്കിൽ നമുക്ക് പറയാം ശ്രവണ നാഡി എന്ന് പറയാം. ശ്രവണ നാഡി. ഇത് രണ്ടും കിട്ടി. ഇനി 3ഉം 4ഉം എങ്ങനെ? 3 എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ വെസ്റ്റിബ്യൂൾ ആണ്. 3 എന്ന് പറയുന്നത് വെസ്റ്റിബ്യൂൾ ആണ്. എന്താണെന്ന് അറിഞ്ഞിട്ടല്ലേ അതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് എഴുതാൻ പറ്റൂ. പിന്നെ ഇതോ സെമി സർക്കുലാർ കനാൽസ് ആണ്. സെമി സർക്കുലാർ കനാൽ, അതായത് അർദ്ധവൃത്താകാര കുഴലുകൾ. അർദ്ധവൃത്താകാര കുഴലുകൾ. ഓക്കെ, അത്രയും അടയാളപ്പെടുത്തി. ഇനി രണ്ടും അടയാളപ്പെടുത്തുക. ഇതിന് ഫംഗ്ഷനാണ് നമ്മൾ എഴുതേണ്ടത്. എങ്ങനെ ബോഡി ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്നു. മൂവ്മെന്റ് ഓഫ് ഹെഡ് ബ്രിങ് ദ മൂവ്മെന്റ് ഓഫ് എൻഡോലിം. ഇതൊരു ഫ്ലോ ചാർട്ടായിട്ട് നിങ്ങൾ ആലോചിക്കുക. ബോഡി മൂവ്മെന്റ്, നമ്മുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ തലയുടെ ചലനം, ബോഡി മൂവ്മെന്റ് എന്ത് ചെയ്യുന്നു? മൂവ്മെന്റ് ഇൻ എൻഡോലിംഫ് ഉണ്ടാക്കുന്നു. നമ്മുടെ ഈ സെമി സർക്കുലർ കനാലിൻ്റെയും വെസ്റ്റിബ്യൂളിൻ്റെയും ഒക്കെ ഉള്ളിലുള്ള എൻഡോലിംഫിന് മൂവ്മെന്റുകൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സെമി സർക്കുലർ കനാൽസിലെ മൂവ്മെന്റ് ഉണ്ടാക്കുമ്പോൾ ദിസ് കോസ് മൂവ്മെന്റ് ഓഫ് സെൻസറി ഹെയർ സെൽ. അവിടെയുള്ള ഹെയർ സെൽസിന് മൂവ്മെന്റ് ഉണ്ടാക്കുന്നു. രോമകോശങ്ങളിൽ ചലനം ഉണ്ടാക്കുന്നു. സോ ദിസ് ജനറേറ്റ് ഇമ്പൾസസ്. ദീസ് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ബൈ വെസ്റ്റിബുലാർ നെർവ്. ആ ചലനം എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഇമ്പൾസ് ഉണ്ടാക്കുന്നു. അത് എന്ത് ചെയ്യുന്നു? വെസ്റ്റിബുലാർ നെർവ് വഴി സെറിബെല്ലത്തിലേക്ക് എത്തുന്നു. എവിടേക്കാണ് എത്തുന്നത്? സെറിബെല്ലത്തിലേക്ക്. അപ്പോൾ ആ രോമകോശങ്ങൾ ചലിക്കുമ്പോഴാണ് ആവേഗം ഉണ്ടാവുന്നത്. അത് നമ്മുടെ വെസ്റ്റിബുലാർ നാഡി വഴി സെറിബെല്ലത്തിലേക്ക് എത്തുന്നു. കാരണം ചലനം സാധ്യമാക്കുന്നത് സെറിബെല്ലമാണ്. കിട്ടിയോ? ഇതാണ് നമ്മുടെ ചിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. ഇതിലൊന്നും നമുക്ക് വിടാനില്ല. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. കോപ്പി ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ പാർട്സ് അക്കോർഡിംഗ് ടു ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. ഇതേപോലെ ചിത്രം വരുന്നു, ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ്. ഈ ചിത്രം കണ്ടാൽ തന്നെ നമുക്കറിയാലോ ഏതാ ഭാഗം എന്നുള്ളത്. യെസ്, അപ്പോൾ സെറിബ്രോ സ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന ഭാഗം നമ്മുടെ സ്പൈനൽ കോഡാണ് തന്നിട്ടുള്ളത്. സെറിബ്രോ സ്പൈനൽ എവിടെയാണ്? സെൻട്രൽ കനാലിലാണ് അല്ലേ. ഈ സെൻട്രൽ കനാലിലാണ് സെറിബ്രോ സ്പൈനൽ ദ്രവമുള്ളത്. പാർട്ട് വെർ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ അബൻഡൻസ്. മൈലിൻ ഷീത്തുകളുള്ള നാഡികൾ എവിടെയാണ് കാണുന്നത്? വൈറ്റ് മാറ്റർ എന്ന് നമ്മൾ പറയുന്നു. പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ എത്തിക്കുന്നത്, അതായത് നമ്മുടെ സെൻസറി അല്ലേ പാർട്ട് ദാറ്റ് മോട്ടോർ ഇമ്പൾസസ് ഫ്രം ദ സ്പൈനൽ കോഡ്. മോട്ടോർ ഇമ്പൾസസിനെ കൊണ്ടുപോകുന്നത് ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? മോട്ടോർ നെർവ് ആണ്. തിരിച്ച് മസിൽസിലേക്ക് പോകുന്നതാണ് മോട്ടോർ നെർവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഓരോന്നും ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പൊതുവേ നമ്മൾ കാണും പക്ഷെ പഠിക്കാൻ വിടുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ചിത്രം. ഐഡന്റിഫൈ എ ആൻഡ് ബി ആണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് എനി 2 ഫങ്ഷൻസ് ഓഫ് ബി. കണ്ടോ, ഈ ചിത്രം നമ്മളവിടെ കണ്ടു പക്ഷെ വിടരുത്. ഈ എ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ
ആക്സോൺ ആണ്, നാഡിയുടെ ആക്സോൺ ആണ്. അതിന് ചുറ്റുമാണ് നമ്മൾ എന്ത് കാണുന്നത്, ബി കാണുന്നത്. അതെന്താണ്, നമ്മുടെ മൈലിൻ ഷീറ്റ്. മൈലിൻ ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, ഷ്വാൻ സെൽസ് വെച്ചിട്ടാണ് അല്ലേ. അപ്പം അതാണ് ഇത് മൈലിൻ ഷീറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഈ ഷ്വാൻ സെൽസിൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ആക്സോൺ. ആക്സോണിന് ആ ഒരു ഇമ്പൾസിനെ, ആവേഗങ്ങളെ കൊടുക്കാനുള്ള അല്ലെങ്കിൽ അതിനെ കടത്തിവിടാനുള്ള ഊർജം അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുന്നു. ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ ആൻഡ് ആക്സലറേറ്റ് ഇമ്പൾസസ്. ഇമ്പൾസിൻ്റെ സ്പീഡ് കൂട്ടുന്നു, ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നു. അപ്പം മൈലിൻ ഷീറ്റിൻ്റെ അതുപോലെ ഷ്വാൻ സെൽസിൻ്റെ ഒക്കെ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നുപോലും വിട്ടുകളയാൻ പാടില്ല. അപ്പം മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷൻ എന്ന് ചോദിച്ചാലും ഷ്വാൻ കോശത്തിനുള്ളിലാണ് നമ്മൾ ഷീത്ത് കാണുന്നത്. പക്ഷേ ഈ മൈലിൻ ഷീത്തിൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. മൈലിൻ ഷീത്തിൻ്റെ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിലൊന്നു പോലും വിടാതെ പഠിക്കുക. അപ്പോൾ ഏകദേശം ഏതൊക്കെ ഭാഗങ്ങളാണ് വളരെ കോറായിട്ട് വരുന്നതെന്ന് മനസ്സിലായല്ലോ. അത് നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പം നമ്മൾ നേരത്തെ കണ്ട സ്പൈനൽ കോഡിൻ്റെ ചിത്രം ഇത് നോക്കിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നെ ഡിസ്കസ് ചെയ്തു. ഓണ പരീക്ഷയ്ക്ക് ഫുൾ A+, ഫുൾ മാർക്ക് തന്നെ ബയോളജിക്ക് വാങ്ങും എന്ന് ഷുവർ പറയാൻ പറ്റും. മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൽ കൂടുതൽ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നേരെ നമ്മുടെ അസ്ത്ര ബാച്ചിലേക്ക് വരിക. അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ എക്സാംസ് കണ്ടക്ട് ചെയ്ത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് അവിടെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇനിയും കുട്ടികൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. സോ സീ യു സൂൺ. ബൈ.